യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു, പഴയ നിയമം കൊണ്ട് ആരും നീതീകരണം പ്രാപിക്കുന്നില്ല. ആ ന്യായപ്രമാണം അതുകൊണ്ട് ആർക്കും ജീവൻ പ്രാപിക്കത്തില്ല. അത് മരണത്തിൻ്റെ ശുശ്രൂഷ എന്നാണ് ബൈബിളിൽ കണ്ടത്. എന്തോ ഈ 3-4 അധ്യായത്തിൽ നമ്മൾ കാണും, ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് ഡെത്ത്. അതിൻ്റെ കാരണം എന്തുവാന്ന് നമ്മൾ ചിന്തിച്ചു. പഴയ നിയമം ലഭിച്ച ദിവസം 3000 പേര് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഉഗ്രകോപത്താൽ മരിച്ചു. പുതിയ നിയമ പ്രമാണം ലഭിച്ച ദിവസമോ 3000 പേര് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ ശരീരം ആകുന്ന സഭയിലേക്ക് ചേർന്നു. അതിൻ്റെ വ്യത്യാസം. പഴയ നിയമം അതൊരു സെറ്റ് ഓഫ് റൂൾസാണ്. അത് നമ്മളെ ജീവിപ്പിക്കത്തില്ല, എൻകറേജ് ചെയ്യത്തില്ല. പകരം എപ്പോഴും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു പ്രയാസമുണ്ടല്ലോ. പട്ടാളച്ചിട്ട വീട്ടിലെല്ലാം അങ്ങ് പട്ടാളച്ചിട്ടയാണ്. അത് രാവിലെ 2 മണിക്ക് 3 മണിക്ക് എഴുന്നേക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുളിക്കാതാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ചിട്ടകൾ അങ്ങോട്ട് ഒരു സ്കെഡ്യൂൾ ഇങ്ങനെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞിട്ട് പീരി ഇളകി ഇറങ്ങി അങ്ങ് ഓടും ഇല്ലേ? അതുപോലാണ്. അങ്ങനെ തൊടല്ല, ഇത് തൊടല്ല. ദൈവസന്നിധിയിൽ അവരെല്ലാം വന്നപ്പോൾ സീനായ പർവ്വതം ആരങ്ങോട്ട് കടക്കുന്നു എല്ലാവരും മരിക്കും. ഇനി മൃഗമാണെങ്കിൽ പോലും എന്ത് ചെയ്യും? മരിക്കും. കർത്താവിൻ്റെ പെട്ടകം ഒന്ന് വീഴാൻ പോയപ്പോൾ നല്ല മനസാക്ഷിയോടെ, പക്ഷേ പ്രമാണമുണ്ട്, ലേവ്യരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അതിനെ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് മാത്രം അല്ലെങ്കിൽ യഹൂദന്മാർക്ക് മാത്രം, ലേവ്യർക്ക് മാത്രം എന്ന് ഉള്ള ശുശ്രൂഷ പോലും എന്ത് ചെയ്തു? കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ശുശ്രൂഷിക്കുവാൻ, കർത്താവിന് വേണ്ടി രാജകീയ നമ്മളാരും അഹരോനിയ കുടുംബത്തിലും ഉള്ളതല്ല, ആ വംശാവലിയിലും ഉള്ളതല്ല. അങ്ങനെ ഓരോ ക്ലാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളാരും അതിലുള്ളവരല്ല, ലേവ്യരും അല്ല, യഹൂദരും അല്ല, ഒരു രീതിയിൽ യോഗ്യരും അല്ലായിരുന്നു. പക്ഷെ നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? ഓരോരുത്തരെ ദൈവം സുവിശേഷകരായിട്ട് നിലനിർത്തിയിരിക്കുന്ന ആ പുതിയ നിയമപ്രമാണം. അതിന് കാരണം എന്നാ? നമ്മൾ പഴയ നിയമപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നേ? ഒരിക്കലുമില്ല. ജാതികൾ, വി വർ ഔട്ട്കാസ്റ്റ് ഇല്ലേ? നമ്മളെ ഇപ്പം എന്താക്കി തീർത്തു? ഓ സ്തോത്രം, കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, ഏത് ദേശശക്തിയും ദുഷ്ടശക്തിയും ശാസിക്കുവാനും പത്സിക്കുവാനും ആ ഒരു കൃപ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. അതിന് ആവശ്യമായ അല്ലെങ്കിൽ ജീവിപ്പിക്കുന്ന, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു. ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ടാണ് 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ ഏത് ശുശ്രൂഷയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ? അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കരുണയാൽ. ഏതൊക്കെ രീതിയിൽ ഈ ശുശ്രൂഷ ലഭിച്ചതുകൊണ്ടൊരു കുഴപ്പമുണ്ട്. ഈ യോസഫിനെ എന്തിനാ അവരെല്ലാം കൂടി പൊട്ടക്കിണറ്റിലിട്ട്? എന്തിനാ? നിങ്ങളൊന്ന് പറഞ്ഞേ. തൻ്റെ മേലൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നുണ്ട്, അത്രയേ ഉള്ളൂ കാരണം. വേറെ ഒന്നുമല്ല. തനിക്ക് അപ്പന് ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ അസൂയ, അതങ്ങനെയൊന്നുമല്ല. അല്ലല്ലേ? അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അവർക്ക് തോന്നിയൊരു കാരണം. അതൊന്നുമല്ല. അല്ല അപ്പൻ കൂടുതൽ ഇളയമോനെ സ്നേഹിച്ചു, അതൊന്നും അല്ല കാരണം. ശരിക്കുമുള്ള കാരണം എന്തുവാ? തൻ്റെ മേലൊരു ശുശ്രൂഷ ഉള്ളതുകൊണ്ട് തന്നെ കാണുമ്പോഴേ ഒരു അലർജിയാണ് അല്ലേ? ഈ ശുശ്രൂഷ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്. തന്നെ യോസഫിനെ ഒരു പ്രത്യേകതയോടുകൂടി ആ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വിഷമമാണ്. പൊട്ടക്കുഴിയിലിട്ടു, പോരാ, പിന്നെയും ഇവിടെ കറങ്ങി നടന്നാൽ പിന്നെയും നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കും. തന്നെ പിടിച്ച് അടിമയായിട്ട് അങ്ങ് വിറ്റു. എവിടെയെങ്കിലും പോകട്ടെ, ഏതെങ്കിലും നാട്ടിൽ പോയാൽ ചത്താലും ജീവിച്ചാലും ആരുടെങ്കിലും വേലക്കാരൻ ജയിലിൽ കിടക്കും. അവനെ കാണുമ്പോൾ എന്ത് ചെയ്യുക? ആ പാപത്തിനുള്ള അവസരങ്ങൾ വരുന്നു, ജയിലിൽ പിടിച്ചിടുന്നു. ജയിലായിട്ട് ബാക്കിയുള്ളവരെല്ലാം തൻ്റെ കൂടെ കിടന്നവർ ശരിക്കുമുള്ള ക്രിമിനൽസൊക്കെ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ടും താൻ എവിടാ? അവിടെ കിടക്കുമോ? വർഷങ്ങളായിട്ട് വീണ്ടും അവിടെ കിടക്കുമോ? ഇതിൻ്റെയൊക്കെ കാരണം എന്നാ? തൻ്റെ മേലൊരു യേശു കർത്താവിനെ ആണേലും മോശയാണേലും കൊച്ചിലെ കൊല്ലാൻ നോക്കിയത് എന്തിനാ? പിശാചേ ചെറിയ പ്രായത്തിൽ 2 വയസ്സുള്ളപ്പോഴൊക്കെ കൊല്ലാൻ നോക്കിയത് എന്തിനാ? വെള്ളത്തിൽ ഒഴുക്കി വിട്ടത് എന്തിനാ? രാജാവ് കൽപ്പന എല്ലാ കുഞ്ഞുങ്ങളെ കൊല്ലാൻ. ഇതൊക്കെ എന്തിനാ? അവരുടെ മേലൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ സാത്താൻ പേടിക്കുന്ന ഒരു കാര്യം എന്നാ? ശുശ്രൂഷ. നമ്മുടെ ഓരോരുത്തരുടെ മേലൊരു ശുശ്രൂഷ ഉള്ളത് കൊണ്ടാണ് നമ്മളോട് ഈ പോരാട്ടം, ദിസ് ഫൈറ്റ് ഓഫ് ദ ഡെവിൾ. അതുകൊണ്ട് നമ്മളത് കണ്ട് അധൈര്യപ്പെടേണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ലേ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വി ഡു നോട്ട് ലൂസ് ഹാർട്ട് because we have received this ministry by mercy. This ministry, ഈ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ആത്മാവിൽ നിറഞ്ഞ് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ സെമിനാരിയിലെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും പറ്റത്തില്ല. അതിന് തിയോളജിയിലുള്ള ഡിഗ്രി ആണെങ്കിലും BD ആണെങ്കിലും MD ആണെങ്കിലും MTH ആണ് PhD ആണെങ്കിൽ പോലും ഒരു കാര്യവുമില്ല.
ഇതുമൊക്കെ വെച്ചോണ്ട് കുറച്ച് പേരെ കൂടുതൽ ക്ഷീണിപ്പിക്കാനോ കുറച്ച് തിയറി പറിച്ച് കുറച്ച് പേരെ ഉറക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. ജീവിപ്പിക്കുന്ന ശുശ്രൂഷ കർത്താവിൽ നിന്ന് ലഭിക്കേണ്ടതാ. വെളിപ്പാടുകൾ എവിടുന്ന് ലഭിക്കേണ്ടതാ? വെളിപ്പാടുകളാ. ഇത് ടെക്സ്റ്റ് ബുക്ക് സിലബസ് അല്ല, ഇതെന്തുവാ? വെളിപ്പാടുകളാ. ഓരോ സ്ഥലത്ത് ഇവിടെ നമ്മൾ കൊച്ചിയിലായിരിക്കും, ഇവിടെ ഒരു ദേശശക്തിയുണ്ട്. ഇവിടുത്തെ ദേശശക്തിയെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാവശ്യമായ വെളിപ്പാടുകൾ, അതിനാവശ്യമായ തീരുമാനങ്ങൾ, ഈ ഏതൊരു കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിനാവശ്യമായ ആലോചനകൾ, ഇതൊക്കെയാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഒരു ഡയറക്റ്റ് റിലേഷൻ. അതുകൊണ്ട് ഈ ശുശ്രൂഷ പഴയ നിയമം പോലെ ആരോൻ്റെ കുടുംബത്തിൽ ജനിക്കുന്നവനെല്ലാം ശുശ്രൂഷകൻ, ഏലിയുടെ മക്കളൊക്കെ ശുശ്രൂഷകർ. അങ്ങനെ ഒന്ന് നോക്കിയതാ പുതിയ നിയമ കാലഘട്ടത്തിലും സ്കേവയുടെ മക്കളും അങ്ങനെ ഒന്ന് നോക്കിയതാ. അപ്പോൾ ആ പുരോഹിതൻ്റെ മക്കളല്ല. ഇത് അങ്ങനത്തെ ശുശ്രൂഷയല്ല. ഇത് വിളിക്കപ്പെട്ടവനെ ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഈ വചനം ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ എന്തുണ്ടാവും? ആകെപ്പാട് അലർജി ഉണ്ടാവും, ഇല്ലേ? അല്ലാത്തവൻ ഈ വചനം കേൾക്കുമ്പോൾ ആകെപ്പാട്, ബൈബിൾ എഴുതിയിട്ടില്ലേ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്തുവാ? ഫൂളിഷ്നെസ്. ഈ വചനം കേൾക്കുമ്പോഴേ ഇത് പോഷത്വം, ഇതെനിക്ക് പറ്റത്തില്ല. ഇത് ആർക്ക് യേശുവിനോട് പോലും ചോദിച്ചു എന്ത് ചെയ്ത് ആർക്കിങ്ങനെ ജീവിക്കാൻ? ഇത് കഷ്ടപ്പാടാ, ഇത് നിന്ദയുടെ മാർഗമാണ്. ഇത് ഈ ഇപ്പോഴത്തെ പ്രാസംഗികർ പറയുന്ന പോലെ അങ്ങ് ഉയർത്തും അങ്ങോട്ട് മാനിക്കും അമർത്തി കുലുക്കിയൊന്നും അല്ല. ഇതല്ല, ഇത് മുള്ളും ക്രൂശും നിന്നയും കർത്താവ് നമുക്ക് വേണ്ടി അങ്ങനെയല്ലേ യേശു പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞിരിക്കുന്ന മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെ ഇച്ചിരി ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇതിന് ഒരു അരമണിക്കൂറിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞാൽ. കാരണം നിങ്ങളുടെ മേൽ വിളി ഉണ്ടെങ്കിൽ ഈ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കത്തുമില്ല. പിന്നെ അവസാനം അവർക്കും ഇവർക്കും ഒക്കെ കിട്ടി, എനിക്ക് എന്നാ കിട്ടാത്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം എന്നാ? നിങ്ങളുടെ മേൽ വിളിയുള്ളതുകൊണ്ട് കർത്താവിൻ്റെ ഒരു കോട്ട അനുസരിച്ച് നമ്മളെ, ആ കോട്ടയുടെ പ്രത്യേകത എന്തുവാ? അഹങ്കരിക്കാനുള്ള തരത്തില്ല, ആവശ്യമുള്ള സമയത്ത് അല്പം അല്പം തരും. ഈ ലോകത്തിലെ വിഷയം എന്തുവാ? ഉണ്ണാനും ഉടുപ്പാനും ഉണ്ട്. ഇതൊക്കെ വചനത്തിൻ്റെ പ്രമാണമാണ്. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ട്, മതി എന്ന് വെക്കുക എന്ന് തൻ്റെ അഭിപ്രായം പറഞ്ഞാണോ പരിശുദ്ധാത്മാവിൽ പറഞ്ഞാണോ സഭയോട്? നമുക്കിവിടെ ഇരിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും അതിലും അല്പം കൂടെ ഒക്കെ അധികം കർത്താവ് അതിലോട്ട് നമ്മുടെ മനസ്സ് വെക്കാൻ. വലിയ വലിയ കാര്യങ്ങളുണ്ടെന്നേ. കർത്താവിന് സ്വർഗരാജ്യത്തെപ്പറ്റി നമ്മൾ ചെയ്യേണ്ട വലിയ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. എപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാലും കർത്താവ് നമ്മളോടൊന്ന് സംസാരിക്കാൻ ആ ഫ്രീക്വൻസി ഒക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമായി തീർന്നാൽ പിന്നെ നമ്മളോട് സംസാരിക്കുമോ? ഈ നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന വേല ചെയ്തില്ലേ, വേല അങ്ങ് കഷ്ടത്തിലാവുമോ? ഒന്നുമില്ല. എൻ്റെ മേലുള്ള അഭിഷേകം കർത്താവ് എന്ത് ചെയ്യും? വേറെ ആടെ മേൽ പകർന്ന് കർത്താവിൻ്റെ വേല കണ്ടിന്യൂ ചെയ്യും. ഒരു ശൗൽ അവിശ്വസ്തനാണ്, ദാവീദിൻ്റെ മേൽ പകരം. ഒരു മോശ അനുസരണക്കെട്ടവനാണ്, യോശുവയുടെ മേൽ പകരം. ശിഷ്യന്മാർ 12 പേർ, യൂദാസ് അവിശ്വസ്തനായ അടുത്ത ആൾക്ക് ചീട്ട് വീഴും. പരിശുദ്ധാത്മാവ് അടുത്ത ആളെ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ വേലക്കാർ. നമ്മളാരും കർത്താവിനെ ഓർത്ത് കർത്താവിൻ്റെ വേല ഓർത്തൊന്നും നമ്മൾ പ്രയാസപ്പെടണ്ട. നമ്മൾ ആരെ ഓർത്താൽ വി ആർ ദ ലൂസർ. നമ്മളെ ദൈവം ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ അതിന് ഒരുങ്ങിയില്ലെങ്കിൽ ആർക്കാ കഷ്ടം? ആർക്കാ നഷ്ടം? നമുക്കാ. വി ആർ ദ ലൂസർ. അതുകൊണ്ട് ഏതെങ്കിലും രീതി കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന വിളി അനുസരിച്ച് വിശ്വസ്തനായി തീരുവാനും എന്നെ കർത്താവ് ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ. അതുകൊണ്ട് ആ ശുശ്രൂഷയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് എന്നെ ഒരു ജീവിപ്പിക്കുന്ന, ഞാൻ ജീവൻ പ്രാപിക്കണം, അനേരെ ജീവിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. അത് എൻ്റെ വിശുദ്ധി കൊണ്ടൊന്നും അല്ല, കർത്താവിൻ്റെ കൃപയാലാ. അതുകൊണ്ട് വി ഡു നോട്ട് ലൂസ് ഹാർട്ട്, അല്ലെങ്കിൽ വി ഡു നോട്ട് ബി ഡിസ്കറേജ്. ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. അധൈര്യപ്പെടാനുള്ളത് മാത്രം രാവിലെ, ഉച്ചയ്ക്ക്, 4 മണിക്ക്, രാത്രിയിൽ. എന്തുമാത്രമേ സാത്താൻ തരത്തുള്ളൂ നമുക്ക്? അധൈര്യപ്പെടാനും പിന്തിരിഞ്ഞു പോകാനും മടുത്തു പോകാനും ക്ഷീണിച്ചു പോകാനും ഇരുന്നിങ്ങനെ വിഷമിക്കാനും ഉള്ളത് മാത്രമേ. ആരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷ മതി? ഈ ലോകത്തിൻ്റെ പ്രഭു. നമ്മൾ ഈ ലോകത്തിലല്ലേ. അതുകൊണ്ട് അത്യാവശ്യം ഇൻഫ്ലുവൻസൊക്കെ സാത്താനും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ശ്രമിക്കും. അത് ജീവനോടുകൂടി നിന്ന് അവിടെയൊക്കെ സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് ജയിച്ച് മുൻപോട്ട് പോയാൽ മാത്രമേ ജയം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ രീതിയിലും ക്ഷീണിപ്പിക്കാൻ വരും. വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. അടുത്ത വിഷയം, രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, യെസ് വായിച്ചാൽ, ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കും. ഈ സത്യം വെളിപ്പെടുത്തണമെങ്കിൽ നമുക്കെല്ലാം ആഗ്രഹം എന്തുവാ? കർത്താവിൻ്റെ വചനം കറക്റ്റായിട്ട് പറയണം. സ്വർഗത്തിൽ വരുമ്പോൾ വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ എന്നുള്ള വിളി കേൾക്കണം.
എന്നാണ് നമുക്കെല്ലാം ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ലജ്ജാകരമായ എല്ലാ പ്രവൃത്തികളെയും ത്യജിച്ച് വി ഹാവ് റിനൗൺസ് അല്ലെങ്കിൽ പുട്ട് അവേ, മാറ്റി വെച്ചു, തീരുമാനമെടുത്ത് നമ്മൾ നോക്കുന്നുണ്ട് വലിയ ലജ്ജാകരമായ വൃത്തികെട്ട പാപമൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ കർത്താവിന് മഹത്വമല്ലാത്ത, കർത്താവിന് പ്രയോജനമില്ലാത്തതെല്ലാം എന്തുവാ? അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ജീവിതം ഞാൻ ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. ദൈവത്തിന് പ്രസാദമല്ലാത്ത, ദൈവത്തിന് മഹത്വം വരുന്നത്, ദൈവാത്മാവ് ചെയ്യാൻ പറയാത്ത എല്ലാ വിഷയങ്ങളും അതിനുള്ള പ്രാധാന്യത ഞാനങ്ങ് കുറച്ച് അതങ്ങ് മാറ്റി ചുമ്മാതെ എനിക്ക് കർത്താവിൻ്റെ ജീവൻ പ്രസംഗിക്കാനും ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ കർത്താവിൻ്റെ സത്യം, ദ ട്രൂത്ത് ഷുഡ് ബി മാനിഫെസ്റ്റഡ്, അങ്ങനെ കർത്താവിൻ്റെ സത്യം പ്രസ്താവിക്കാനൊന്നും പിശാച് അനുവദിക്കത്തില്ല. അതിനാദ്യം നമ്മുടെ അതുകൊണ്ട് അപ്പോസ്തലനാണ് പറയുന്നത്, ഇത്രയും ഡെഡിക്കേറ്റഡായ പൗലോസ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദ ഹിഡൻ തിങ്സ് ഓഫ് ഷെയിം, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദമല്ലാത്ത വിഷയങ്ങളെല്ലാം ആദ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം എന്തായിത്തീരും? ഒത്തിരി സമർപ്പണമുള്ളതായിത്തീരും, ഡെഡിക്കേറ്റഡായിത്തീരും. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? കൂട്ടിച്ചേർക്കാതെ. ആ കൂട്ടിച്ചേർക്കാതെ എന്നുള്ളതിന് ഇവിടെ ഇരിക്കുന്നത് നോട്ട് ഡിസീറ്റ്ഫുൾ. അപ്പം അനേകരെന്ത് ചെയ്യും? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കും. ഇനി നിങ്ങൾക്ക് 2 കുത്തു കൊടുക്കാൻ എക്സ്ട്രാ എൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി കാര്യങ്ങളൂടെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കും. എല്ലാം തെറ്റാ. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഞാൻ എൻ്റെ എക്സ്ട്രാ ചേർത്താൽ അത് തെറ്റാ. നിങ്ങൾക്ക് 2 ഡോസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ അനുസരിപ്പിക്കാൻ, ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വർഷങ്ങളായിട്ട്, എത്ര വർഷം മുമ്പ് എഴുതിയിരിക്കുന്നത്? 2000-ൽ പരം വർഷം. അന്ന് തൊട്ട് സാത്താൻ ചെയ്യുന്ന പദ്ധതിയാണ്. പരിശുദ്ധാത്മാവ് പറയാത്തത് പലതും ദൈവാലോചനയായിട്ട് അങ്ങോട്ട് ആ പ്രവചനമായിട്ടാണെങ്കിലും വചനത്തിൽ കൂടാണെങ്കിലും അങ്ങോട്ട് ദൈവദാസന്മാർ എന്ത് ചെയ്യും? അവരുടെ ക്ഷീണത്തിൽ സംഭവിക്കുന്ന ദൈവഭയമുള്ളവൻ ഒരിക്കലും ചെയ്യത്തില്ല. പൗലോസ് പറയുമ്പോൾ ഞാനത് ചെയ്യത്തില്ല. I will not handle the word of God deceitfully. ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയാനുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ചിലപ്പം എൻ്റെ കാര്യങ്ങൾ കാണും, അതൊക്കെ അതിന് കുഴപ്പമൊന്നുമില്ല എന്നതിനെ കവർ ചെയ്യാനും, ഞാൻ ചെയ്യുന്നതൊന്നും തെറ്റല്ല എന്ന് കവർ ചെയ്യാൻ ചില കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആഡ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്നും വേറെ ആളെ കൊച്ചാക്കാനും നിങ്ങളെ കുറച്ച് സന്തോഷിപ്പിക്കാൻ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പരിശുദ്ധാത്മാവ് തരാത്തതൊന്നും എൻ്റേതായിട്ട് പൗലോസ് പറയുമ്പോൾ ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. ഈ കൂട്ടിച്ചേർപ്പ് പ്രശ്നമാണ്. പാലിൻ്റെ അകത്ത് എന്തൊക്കെ കൂട്ടിച്ചേർക്കും നിങ്ങൾ പറ? നാടൻ ആൾക്കാർ അട്ട അരച്ച് ചേർക്കും, അറിയാം. പഴയ പരിപാടിയാണ് അത്, പഴയ പരിപാടിയാണ്, നാട്ടിൻപുറത്തെ പരിപാടിയാണ്. കൊഴുപ്പ് വരാൻ, വെള്ളം ചേർത്തിട്ട് കൊഴുപ്പ് വരാൻ അട്ട അരച്ച് ചേർക്കും. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ സോപ്പ് പൊടി പതപ്പിച്ച് ചേർക്കുന്ന കാണാം. അത് ഞാൻ പലപ്പോഴും വിചാരിച്ചു മണം വരത്തില്ലേ, അപ്പോൾ അതിനുള്ള എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരം കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ ആ പൊടി വാങ്ങിച്ചിട്ടായിരിക്കും ചേർക്കുന്നത്. അത് പലപ്പോഴും പിടിക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ഇവിടെ നിന്ന് എയർ കണ്ടീഷനൊന്നും ഇല്ലാതെ മെറ്റൽ ടാങ്കറിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാല് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ, മെയിൻ റൂട്ടാണല്ലോ, ഹൈവേ പിടിച്ച് വരുമ്പോഴത്തേക്ക് സേലം, ഈറോഡ്, കോയമ്പത്തൂർ, അതൊക്കെ എന്നാ ചൂടുള്ള ഏരിയകളായി, ചൂടിൻ്റെ അകത്തൂടെ ഒക്കെ വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാലും പിരിയത്തില്ല പാല്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എയർ കണ്ടീഷൻഡ് അല്ല, പിരിയത്തില്ല പാല്. അപ്പോൾ അതിനകത്ത് എന്തുവാ ചേർക്കുന്നത്? എന്തോ ഇവിടെ നിങ്ങൾ ഇൻഡസ്ട്രിയൽ മിൽക്ക് പൗഡർ എന്ന് എഴുതിയിരിക്കുന്ന ബ്രാക്കറ്റിൽ മാർക്കറ്റ് റോഡിലും അവിടെ ഒത്തിരി കടകളുണ്ട്, ബേക്കറിക്കുള്ള സാധനങ്ങളും ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും പാലിട്ടുണ്ടാക്കേണ്ട പേട അല്ലെങ്കിൽ രസഗുള, ഗുലാബ് ജാമുനൊക്കെ ആയിരിക്കും എന്തോ, അതിനെല്ലാം മിൽക്ക് പൗഡർ ചാക്കിൻ്റെ അകത്ത് വെച്ചിരിക്കും. എത്ര നാൾ ആ കടയുടെ വെളിയിൽ ഇങ്ങനെ അരിച്ചാക്കടുക്കി വെച്ചേക്കുന്ന പോലെ വെച്ചേക്കുക. പിരിയത്തിൽ അത് ഒരു കുഴപ്പമില്ല, അത് വെച്ച് എന്തെങ്കിലും ചെയ്താൽ. ഞാനപ്പോൾ ഈ പാൽപ്പൊടിക്കൊക്കെ വില കൂടിയപ്പോൾ ഇവിടെ 2-3 കടകളുണ്ട്, അത് എടുത്തിട്ട് അവർ ഓൺലൈനും ഉണ്ട്, ഒരിക്കൽ ഞാൻ വാങ്ങിച്ചു, ഇങ്ങനെ പാക്ക് ചെയ്ത് മിൽക്ക് പൗഡർ എന്ന് എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഫുഡ് കോർപ്പറേഷൻ FSSAI എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. പാലാരിവട്ടത്ത് ഇതുപോലെ ബേക്കറിയുടെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട്, അവിടുന്ന് ഞാൻ ഒരിക്കൽ വാങ്ങിച്ചു. ഒരു വട്ടം എങ്ങാണ്ട് ഉണ്ടാക്കിയില്ലേ, പിന്നെ ആ സാധനം എടുത്ത് ഞങ്ങൾ കളഞ്ഞു. എന്തോ സാധനമാണെന്ന് അറിയത്തില്ല. പാലിൻ്റെ രുചിയൊക്കെ ഉണ്ട്, ഒരു മണമൊക്കെ വരുന്നുണ്ട്. പാലും അല്ല, പാലുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഫുഡ് അഡൾട്രേഷൻ്റെ അകത്തുള്ള ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ എന്നും ഉപയോഗിക്കുന്ന പാലിൻ്റെ അകത്തെ കാര്യമാണ് ഞാനീ പറയും. ഇതുപോലെ എല്ലാ വിഷയത്തിൻ്റെ അകത്തും ഹോട്ടലുകാരാണെങ്കിലും ബേക്കറിക്കാരാണെങ്കിലും എന്തൊക്കെ വിഷം കൂട്ടിച്ചേർക്കും ഇല്ലേ? ഒറിജിനൽ അല്ലാതെ, ഓർഗാനിക് അല്ലാതെ, നമുക്ക് ശരീരത്തിന് ഗുണമില്ലാത്ത, ദോഷം ചെയ്യുന്ന, കിഡ്നി അടിച്ച് പോകുന്ന എന്തൊക്കെ കാര്യങ്ങൾ, പ്രിസർവേറ്റീവ്, സോഡിയം ബെൻസോയേറ്റ് അല്ലാതെ വേറെ ഒത്തിരി പ്രിസർവേറ്റീവ്, പെർമിറ്റഡ് ഫുഡ് കളേഴ്സ് അല്ലാതെ വേറെ ഫുഡ് കളേഴ്സ്, ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ
വെറും ഇൻഡസ്ട്രിയൽ ബേക്കിംഗ് പൗഡർ, ശരിക്കുള്ള ബേക്കിംഗ് പൗഡർ നല്ല വിലയാണ്. ഇതൊക്കെ ചാക്ക് കണക്കിന് വെച്ചേക്കുവാന്നേ. 1 കിലോയ്ക്ക് 25 രൂപയൊക്കെ ഉള്ളൂ. ശരിക്കുള്ള ബേക്കിംഗ് പൗഡർ, ഒരു കുഞ്ഞ് ബേക്കിംഗ് പൗഡറിന് 50-65 രൂപയാണ് 50 ഗ്രാമിന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മനസാക്ഷിയില്ലാതെ ഇത് തന്നെ ദൈവവചനത്തിൽ ആൾക്കാരെ സന്തോഷിപ്പിക്കുവാൻ, ആൾക്കാരെ കൂട്ടുവാൻ, എല്ലാവരും ദേശത്ത് നമ്മൾ സ്വീകാര്യമായി തീരുവാൻ, അക്സെപ്റ്റഡായി തീരുവാൻ, ഓരോ വിഷയത്തിന് വേണ്ടി ഇവിടെ കൊരിന്ത്യർ സഭയോട് പറയുക. നിങ്ങൾക്ക് ചിലപ്പം ആ വചനം കേൾക്കുമ്പോൾ ആകപ്പാട് ഒരു പ്രശ്നം, നമ്മുടെ ജഡത്തിന് എപ്പോഴും ഈ സ്വീകാര്യമല്ലാത്തത്. കാര്യം നമ്മൾ ലോകത്തിലാണ്, നമ്മൾ ജഡീകമാണ്, നമ്മൾ ലൗകികമായിട്ട് അറിയാതെ ചിന്തിച്ച് പോകുന്നത്. ഈ സ്വർഗീയമായത് കട്ടിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് അങ്ങോട്ട് താങ്ങാൻ പറ്റത്തില്ല, ഇല്ലേ? ചിലപ്പം നമ്മുടെ ബോഡി, നമ്മുടെ ജഡം അതിനെ റിജക്റ്റ് ചെയ്യും. പിന്നെ ഇച്ചിരി സമയമെടുക്കും. അയ്യോ രക്ഷയില്ലല്ലോ, കോളിങ് ഈസ് അപ്പോൺ മീ, ഞാൻ വിളിക്കപ്പെട്ടതാ, ജീവിച്ചാലേ പറ്റൂ. അതൊക്കെ ചിന്തിക്കണേ കുറച്ചുകൂടി സുബോധത്തോട്, പ്രാർത്ഥനയോട്, ദൈവസന്ധിയിൽ ഒരു പരമാർത്ഥ ഹൃദയത്തോട് ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജഡത്തിന് എന്തോ വരുന്നത്, അതിന് റിപ്പല്ലില്ല. പരിശുദ്ധമായത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ജഡികമായ ശരീരം അതിന് എന്ത് ചെയ്യും, അങ്ങോട്ട് റിപ്പല്ല്. ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ഇനി സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലേലും, ത്യജിച്ചാലും, ആൾ വന്നാലും ആൾ കൂടിയാലും, കൊരിന്ത്യർ സഭയെ നീ പൗലോസ് പറയുമ്പോൾ നാളെ തൊട്ട് എൻ്റെ എബ്രായർ ചെയ്ത പോലെ ഇനി എൻ്റെ പേര് അവിടെ എഴുതി ലേഖനം വായിച്ചില്ലേലും യെരുശലേമിലെ സഭ ചെയ്യും എന്ന് പൗലോസ് ചിന്തിച്ചായിരിക്കും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് തൻ്റെ പേര് സ്റ്റാർട്ടിങ്ങിൽ വെക്കാൻ. അതിൻ്റെ ഇൻട്രൊഡക്ഷനിലും ഇല്ല, അതിൻ്റെ ഹെഡിങ്ങിലും അല്ല, എബ്രായർക്കുള്ള ഒരു ലേഖനം എന്ന് മാത്രമേ. പൗലോസിൻ്റെ ലേഖനം അത്രയ്ക്ക് ദേഷ്യവും അലർജിയുമായിരുന്നു യെരുശലേമിലെ സഭ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, ഐ വിൽ നോട്ട് ഹാൻഡിൽ ദ വേർഡ് ഓഫ് ഗോഡ് ഡിസീറ്റ്ഫുള്ളി. എനിക്ക് കണക്ക് പറയേണ്ടത് കർത്താവിനോടാണ്. എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നത്, എനിക്ക് ആവശ്യമായ ആഹാരം നൽകുന്നത്. നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ ഓരോ കമ്പനിയിൽ നിന്നും ഒക്കെ ശമ്പളമായിരിക്കും കിട്ടുന്നത്. അവരൊന്നുമല്ല നമ്മുടെ പ്രൊവൈഡർ. കർത്താവ് ഉപയോഗിക്കുന്ന ഒരു വസ്തു മാത്രം. നമുക്ക് ആവശ്യമായ വരുമാനം തരുന്നത് ആരാ? ആ ബോധ്യമുണ്ടോ? അതുകൊണ്ട് ദൈവത്തിനെന്ന പോലെ അവിടും ജോലി ചെയ്യണം, മനസ്സിലാക്കണം എൻ്റെ ശമ്പളം ആരാ തരുന്നത്, പ്രതിഫലം എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഭാവി, നമ്മുടെ വരുമാനം, ഇതെല്ലാം തീരുമാനിക്കുന്ന നല്ല പോലെ കാൽക്കുലേഷൻ ഉള്ള, നമ്മുടെ നാളത്തെ ആവശ്യങ്ങൾക്കും അറിയാവുന്ന ഒരു കർത്താവിനെ സേവിക്കുമ്പോൾ, അയ്യോ എനിക്ക് ചിലവ് കൂടുതലാന്ന് കർത്താവിന് അറിയാമല്ലോ, നാളെ എന്തായി തീരും, പിള്ളേർ വളരും, ഇതൊന്നും കർത്താവിനോട് പറഞ്ഞ് കർത്താവിനെ ഉള്ള സ്നേഹബന്ധം കൂടി ഇല്ലാതാക്കണ്ട. നമ്മളങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ ശരിക്കും കർത്താവിനെ അറിഞ്ഞിട്ടില്ല നമ്മുടെ വാക്കുകൊണ്ട് തെളിയിക്കേണ്ട, ഉള്ള സ്നേഹബന്ധം ആത്മാർത്ഥതയും ഇല്ലാതാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കറക്റ്റായിട്ട് ആ രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെ സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കും. സത്യം വെളിപ്പെടുത്തുന്നതിനാൽ അതിനൊരു കാര്യം കൂടെ അതിൻ്റെ അകത്തുണ്ട്. ആദ്യമേ പറഞ്ഞില്ലേ, ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതല്ല എന്ത് ചെയ്തു? അപ്പോൾ ഒരു ജീവിതത്തോടുകൂടി, ഒരു സാക്ഷ്യത്തോടുകൂടി ഞങ്ങൾ വചനം പഠിപ്പിക്കുമ്പോഴാണ് കർത്താവിനും മാത്രം പ്രാധാന്യത കൊടുത്ത ഒരു ജീവിതം. ആരുടെ ജീവിതം? ഒരു കുടുംബം പോലും വേണ്ട എന്ന് വെച്ച് എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടില്ലേ. നേരത്തെ താൻ വളരെ VIP ആയിരുന്നു, ദേശത്ത് സാമ്പത്തികമായിട്ട്, പഠിത്തത്തിൽ, കുടുംബപരമായിട്ട്, സന്നദ്ധൻ സംഘത്തിൻ്റെ അംഗം, അതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു പോഷനെ പോലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അടി കൊള്ളുക, നിന്ന് കൊള്ളുക. താൻ ആരാന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടല്ലേ. അപ്പോൾ തൻ്റെ വേഷവിധാനം പോലെ എന്തായി തീർന്നു നമ്മുടെ അല്ലെങ്കിൽ താൻ നേരത്തെ ഒരുങ്ങിയ പോലൊന്നും അല്ല ആ രാജകീയ, താനൊരു പ്രഭു പോലായിരുന്നു. ആ ഒരു വസ്ത്രത്തിലൊന്നുമല്ല, താനൊരു സാധാരണക്കാരൻ്റെ വേഷത്തിലില്ലേ, സാധാരണ ജീവിതശൈലി. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതെല്ലാം മാറ്റിയിട്ട് സാക്ഷ്യത്തോടുകൂടി ഈ വചനം ആദ്യം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്, ഇല്ലേ? അതുകൊണ്ട് എവിടെ എഴുതിയിരിക്കുന്നത്? ബൈ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ട്രൂത്ത്. എൻ്റെ ജീവിതത്തിൽ, ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ടിട്ട് ഞാൻ ജീവിച്ച് കാണിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രസംഗിക്കുന്നത്. അത് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിലും ഐ ഹാവ് എ ഗുഡ് കോൺഷ്യൻസ്, ഒരു നല്ല മനസാക്ഷിയുണ്ട്. എന്നാൽ ഒത്തിരി ആഴങ്ങളുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും മുൻപോട്ട്. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചാൽ എന്നിട്ടും ചിലർ കംപ്ലൈൻറ്റ് ചെയ്യുക, ഇതെന്തോ ശുശ്രൂഷയാണ്. അതുകൊണ്ട് അവരാണ് ഇങ്ങനെ, അപ്പലോസാണ് ഭയങ്കര വാഗ്മി, ആൾക്കാരൊക്കെ കൂടും, നല്ല പോയിന്റ് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് അല്ല, താൻ വാഗ്മിയാന്ന് എഴുതിയോണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ഒറേറ്ററാന്ന് എഴുതിയിട്ടുണ്ട്. വേറെ ആളുണ്ട് അവിടെ ചെയ്യുന്ന മുഴുവൻ ചിലടത്ത് പറയത്തില്ല, അയ്യോ വീൽ ചെയറിൽ നിന്ന് എല്ലാവരും ഇറങ്ങി അങ്ങ് ഓടുവാണ്.
അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുക വീൽ ചെയറിൻ്റെ. എല്ലാവരും ഇറങ്ങി വീൽ ചെയറിൽ നിന്ന് അങ്ങ് ഓടുക. അയ്യോ അവിടെ പഴുപ്പ് ചാടുന്നു, ഇവിടെ അങ്ങനെ പോയിരുന്നു, ഇവിടെ വാഗപ്പാടത്താഴ ഭയങ്കര. എല്ലാവരും തല ഇറങ്ങി താഴെ വീഴുന്നു, തറയിൽ കിടന്ന് സൈക്കിൾ ചവിട്ടുന്നു. എന്തോ ഒരു അത്ഭുതം, എന്തോ ഒരു അത്ഭുതം. എല്ലാവരുടെ മേൽ ബാധയില്ലാത്തവനൊക്കെ ബാധ ഇളകുന്നു. അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതം, മിറക്കൽ. യേശുവിൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ ശുശ്രൂഷയിലും ഇവരെല്ലാം എന്ത് ചെയ്തു? അത്ഭുതം കണ്ടപ്പോഴെല്ലാം ആഹാരം തിന്നാൻ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, സൗഖ്യം പ്രാപിക്കാൻ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അവസാനം ഇവർ തന്നെ കർത്താവിൻ്റെ ഈ യഹൂദന്മാർ തന്നെ പറയുക, അവനെ ക്രൂസിഫൈ ഹിം. ആരാ പറഞ്ഞത്? ഈ തിന്നവനും ഈ സൗഖ്യം പ്രാപിച്ചവനും യേശുവിൽ നിന്ന് അനുഭവിച്ചവനും. ഞാൻ പറഞ്ഞു 10,000-20,000 പേരാണ് ഓരോ മീറ്റിങ്ങിന് കൂടുന്നത്. 7,000 പുരുഷന്മാർ മാത്രം, 5,000 പുരുഷന്മാർ, സ്ത്രീകളും കുഞ്ഞുങ്ങളും. ആ 20,000 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തൊരു ഗ്യാങ്ങാ ഇല്ലേ ഈ സ്റ്റേഡിയം നിറച്ച ആൾ. ഇത്രയും പേര് നിറച്ച ആള് കർത്താവിൻ്റെ കൂടി അത്ഭുതം കേട്ടു, വചനം കേട്ടു, എല്ലാം കഴിഞ്ഞ് ഹല്ലേലൂയ കർത്താവിനെ ക്രൂശിക്കുക. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ തുടക്കത്തിലെല്ലാം ഭയങ്കര അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ സുവിശേഷം കേട്ടിട്ടില്ലാത്ത കർത്താവിനെ തെളിയിക്കാനുള്ള അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവർ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവരൊക്കെ അങ്ങ് അല്ലെങ്കിൽ വിശ്വാസികളായല്ലോ. ഇപ്പം പൗലോസും കർത്താവ് അവസാനം ചെയ്ത പോലെ ഡീപ്പ് വേർഡ്, കുറച്ചുകൂടെ ആഴത്തിലേക്ക് കടക്കുക. എന്ത് ചെയ്യുക? കുറച്ചുകൂടെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കുമ്പോൾ 3-ാമത്തെ വാക്യം വന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ സുവിശേഷം ഇനി മറഞ്ഞിരിക്കുന്നു എങ്കിൽ ആർക്കാ മറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് എൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ ജീവന് വേണ്ടിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് അത്ര ശരിയല്ല. ഇറ്റ്സ് എ പെരിഷിംഗ് വേ. നിങ്ങൾ നശിച്ചു പോകുന്നവരുടെ വഴിയിലാണ് പോകുന്നത്. നിങ്ങൾ ലോകമനുഷ്യരുടെ കൂട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ജാതികളുടെ വഴിയാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആ സുവിശേഷത്തിൽ ഒരു ജീവൻ വെളിപ്പെടാം. നമ്മൾ 2 രീതിയിൽ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഇനി ആരുടെ പ്രസംഗമാണെങ്കിൽ എൻ്റെ അല്ല, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫിനി പാസിൻ്റെ കേട്ടു. വളരെ ഒത്തിരി ജീവിതമുള്ള ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ടല്ലോ. എന്നാൽ വളരെ സമർപ്പണവും ജീവിതവും അവരുടെ ജീവിതത്തിൽ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു. നല്ല ശക്തരായ വെളിപ്പാടുകൾ പറയാൻ ദൈവദാസൻ. അതേ ദൈവദാസന്മാരുടെ മീറ്റിങ്ങിൽ നമുക്ക് 2 രീതിയിലിരിക്കാം. ഒന്ന്, വാക്കിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഇരിക്കാം. തന്നോട് ദേഷ്യം നമുക്കുണ്ടെങ്കിൽ വാക്കിൽ എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഒത്തിരി കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ശബ്ദമൊന്നുമല്ല നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ മനുഷ്യനിൽ കൂടെ കർത്താവ് നമ്മളോട് എന്ത് ചെയ്യും? സംസാരിക്കും. അപ്പം ഇവരും ഒരു മുൻവിധിയോടുകൂടി പൗലോസ് ആദ്യത്തെ ലേഖനത്തിന് കുറേ പേർക്കൊക്കെ അവനെ എടുത്ത് പുറത്ത് കളാം, അല്ലെങ്കിൽ ക്രമീകരണം കുടുംബജീവിതത്തിൽ ഈ ഓരോ വിഷയത്തിൽ അങ്ങോട്ട് ഇടപെടുമ്പോൾ ജീവിതത്തിൻ്റെ ക്രമമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതത്തിൽ ഈ ക്രമം വരുത്താൻ അങ്ങനെയല്ലേ പിള്ളേർ കളകുന്നത്? എപ്പോഴാണ് നമ്മുടെ പിള്ളേരെ നമ്മളങ്ങോട്ട് അഴിച്ചങ്ങോട്ട് വിട്ട് വളർത്തിയാണ്. ഇന്നലെ ഞാൻ അവിടെ ഒരു കടയിൽ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ലൂലുവിലോട്ട് പോയപ്പോൾ അവിടെ ആ സെൻറ്ററിൽ ഒരു കുഞ്ഞ് ഒരു സാധനം എടുത്ത് അതിൻ്റെ കൗണ്ടറിൽ അതിൻ്റെ ഉന്തുവണ്ടിയിലോട് അതിട്ടൊരു പ്ലാസ്റ്റിക് ഇട്ട് ടോ ഡ്രമ്മ് കൊട്ടുന്ന ശബ്ദത്തിൽ അടിക്കുക. ഞാൻ നോക്കിയപ്പം തന്തയും തള്ളയൊക്കെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അടിച്ചടിച്ച് കഴിഞ്ഞു. അതങ്ങ് സൗണ്ട് കൂടി ഹോൾ ആ സമൂഹം ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത തന്തയിരിപ്പുണ്ട്, എൻജോയ് ചെയ്യുക. ഇങ്ങനെ അഴിച്ചു വിട്ട് വളർത്തുന്ന പിള്ളേർ ഒന്നും വഴക്ക് പറയത്തില്ല. ഇത് പബ്ലിക് ന്യൂസൻസ് അല്ലേ? അവിടെ നശിപ്പിക്കുക ഒരു സാധനം അവരെയാണോ? അവരുടെ അപ്പച്ച വാങ്ങിച്ച് വെച്ച സാധനമാണ്. ഒരു കമ്പനി വാങ്ങിച്ചു വെച്ച സാധനം, പബ്ലിക്കിൻ്റെ സാധനം നശിപ്പിക്കുക, ശബ്ദമുണ്ടാക്കുക, ഡിസ്റ്റേബ് ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് കുറേ നേരം ഒരു 5-6 മിനിറ്റ് അല്ലെ 10 മിനിറ്റോളം അല്ലേ. അപ്പോൾ ഇങ്ങനെ കുത്തഴിഞ്ഞ് വളരുന്ന പിള്ളേർ കാണും. അവരെ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും അല്ലെ അവരുടെ ടീച്ചറോ അവരുടെ ഒരു അമ്മാച്ചനോ അവരുടെ ഒരു പാപ്പനോ റിലേറ്റീവ്സോ, അപ്പനും അമ്മയ്ക്കും ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ, അവർക്ക് അതിനുള്ള പറ്റുന്നില്ല എന്തോ പറയാൻ. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും കുടുംബത്തിലുള്ളവരോ ടീച്ചേഴ്സോ ആരെങ്കിലും ഒന്ന് ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിച്ചു. ഈ കുഞ്ഞുങ്ങൾ സമ്മതിക്കും. ഇത്രയും നാൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ഇഷ്ടം പോലെ ജീവിച്ചതാണ്. പെട്ടെന്ന് ഞങ്ങളെ അങ്ങോട്ട് ഡിസിപ്ലിൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരെ ഇളകത്തില്ലേ? ഈ ദൈവവചനം നമ്മുടെ വിചാരം എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനോ? അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നേ കുഴപ്പമില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ എടുത്ത ഒരു ഉടമ്പടിയുണ്ട്. എന്തുവാ? ഇന്നോട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനല്ല തീരുമാനം എടുക്കുന്ന, കർത്താവാണ് തീരുമാനം. കർത്താവിൻ്റെ തീരുമാനം എന്തുവാ?
അവൻ രാജാതി രാജാവാ, അവൻ സർവ്വജ്ഞാനിയാ, അവൻ സർവ്വശക്തനാ. സർവ്വജ്ഞാനിയുടെ തീരുമാനമായിരിക്കും എൻ്റെ ജീവിതത്തിലെ പരദോഷത്തൊന്നും പാടില്ല. കർത്താവിൻ്റെ തീരുമാനമായിരിക്കണം എൻ്റെ ജീവിതത്തിലെ തീരുമാനം. അപ്പം ദൈവം എൻ്റെ ജീവിതത്തിൽ ഓരോ പേഴ്സണൽ കാര്യത്തിൽ പണിയാൻ തുടങ്ങുമ്പോഴാണ് ചിലപ്പം ഞാൻ പോലും എന്ത് ചെയ്തത് ഇളകിപ്പോകുന്നു. കുറച്ച് നേരം കർത്താവുമായിട്ടും ചിലപ്പോൾ അങ്ങ് പിണങ്ങിയൊക്കെ ഇരുന്നു. അത് ഞാനല്ല പ്രോബ്ലം, എൻ്റെ ജഡമാ പ്രോബ്ലം. ഇല്ലേ, ഒരു ക്രമമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒരു കുത്തഴിഞ്ഞ ജീവിതമല്ല. നമുക്ക് അനേകരെ ഉപദേശിക്കണമെങ്കിൽ എന്തുവാ, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഓർഡർ. ആ ഓർഡർ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗാഡ്. ഇല്ലേ, ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട വചനത്തിന് അടിസ്ഥാനമായ ഒരു ക്രമമുള്ള ജീവിതമാണ്. ജാതികളെ കണ്ട അവരെ ഇങ്ങനെ സന്തോഷിച്ച് ആഘോഷിച്ച് പാട്ടിയും കൂടി അല്ലല്ല ഇങ്ങനെ ഉള്ള കാശും എല്ലാം ചിലവാക്കി ഇങ്ങനെ ജീവിക്കുന്നു. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിന് ഒരു 100 പേർപ്പസ് ഉണ്ട്. അല്ലല്ല, കർത്താവിന് 100 കാര്യങ്ങൾ പദ്ധതികളുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും നമ്മുടെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവ് നടത്തുന്ന പോലെ. ഇവിടെ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്ന, ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ പറയുക, ഈ വചനം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ലായിരിക്കും. നിങ്ങൾക്ക് വിചാരിക്കും ഇതിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്നു, ഇതിൻ്റെ അകത്ത് ഒരു സന്തോഷമില്ലല്ലോ, ഇതിൻ്റെ അകത്തൊരു വെളിപ്പാടുകളൊന്നുമില്ലല്ലോ, അതിൻ്റെ അകത്ത് വെളിപ്പാടുണ്ടെന്നേ പൗലോസ് പറയുമ്പോൾ അതിൻ്റെ താഴങ്ങളുണ്ട്. ഇറ്റ് ഈസ് ഹിഡൻ ടു യു. വൈ ഈസ് ഇറ്റ് വെയിൽഡ്? ഇതെന്തുകൊണ്ട് നിനക്ക് മറഞ്ഞിരിക്കുന്നു? നീ ആ കർത്താവ് നിന്നെ വിളിച്ച ആ വിളി അനുസരിച്ച് രൂപാന്തരപ്പെട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിന്നോട് സംസാരിക്കത്തുള്ളൂ. ഈ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ആത്മീയ കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന പല സഭക്കാരെയും പല ആൾക്കാരെയും പല നാട്ടുകാരെയും ഒക്കെ നമുക്ക് വേണേൽ വിളിച്ചിരുത്തിക്കാം. പരിശുദ്ധാത്മാവ് എല്ലാവരോടും സംസാരിക്കത്തില്ല. അവരെ വിളിച്ച് ആ ക്രൂശിൻ്റെ വഴി അനുസരിച്ച് അവരെ വിളിച്ച വിളിയോ ആരൊക്കെ ഒരുങ്ങുന്നോ ഇവിടെ ഇരിക്കുന്ന ചിലപ്പം 1000 പേരായിരിക്കും. പക്ഷേ ആ ചുരുക്കം പേരോട് മാത്രമേ പരിശുദ്ധാത്മാവുണ്ട്. പൗലോസ് പറയുക, ഇത് എനിക്ക് എൻ്റെ വചനത്തിൽ വെളിപ്പാടില്ലാത്തതുകൊണ്ടല്ല, ഇവിടെ അത്ഭുതം ദൈവപ്രവൃത്തി നടക്കാത്തതുകൊണ്ടല്ല, നിനക്ക് ഇതെല്ലാം മറഞ്ഞിരിക്കുക. കാര്യം ലോർഡ് ഈസ് നോട്ട് ഡീലിംഗ് വിത്ത് യു. ദൈവത്തിന് എന്തോ വിഷയത്തിൽ നിന്നോട് പിണക്കുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ വഴിയിലല്ല, അല്ലെങ്കിൽ ദൈവം നിന്നെ വിളിച്ച പോലെ അല്ല നടക്കുന്നത്. ഇനി ആരാണ് നിൻ്റെ കണ്ണിനെ കുരുടാക്കുന്നത്? എന്തുവായാലും ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ബീങ് വെയിൽഡ് ടു യു. അത് മറഞ്ഞിരിക്കുക. വൈ? 4-ാമത്തെ വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിൻ്റെ ദൈവമാണ് വിശ്വസിക്കാൻ കഴിയാത്തവരുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? അവിശ്വാസികളുടെ പലപ്പോഴും ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, വിശ്വാസമില്ലാത്തവരെന്ന് അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ജാതികൾ നല്ല എൻ്റെ അർത്ഥം. ഈ വചനം കേട്ടു ദൈവസന്നിധിയില്ല, സഭയോട് പറയുക ഈ സുവിശേഷം നിനക്ക് മറഞ്ഞിരിക്കുക. അല്ലെ, അപ്പം നിനക്കത് വേണ്ട പോലെ 1-2 കാര്യങ്ങൾ നമുക്ക് പല ആഴങ്ങളുണ്ട് ഈ വാക്യത്തിനകത്ത്. 1, നിനക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിനക്കിത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ഇത് വിശ്വസിക്കുന്നവർക്കാണ് വെളിപ്പെടുന്നത്, വിശ്വസിക്കാത്തവർക്ക് അങ്ങനെയല്ലേ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് ബ്ലൈൻഡഡ് ടു ദോസ് ഹു ഡു നോട്ട് ബിലീവ്. വിശ്വസിക്കാൻ കഴിയാത്തവർക്കാണ് ഈ ലോകത്തിൻ്റെ പ്രഭു അവരുടെ കണ്ണെന്ത് ചെയ്യുന്നത്? അപ്പോൾ കേൾക്കുന്ന വചനം വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ കഴിയാത്തവർക്ക് അടുത്ത കാര്യം കർത്താവ് പിന്നെയും നമ്മളോട് സംസാരിക്കും. അല്ലാത്തവരുടെ വിശ്വസിക്കാൻ കഴിയാത്ത ഒത്തിരി വിഷയങ്ങളാണ് ബൈബിളിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്. വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയില്ല. അവരുടെ എല്ലാം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, കുരുടാക്കിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഒത്തിരി വാക്യങ്ങളാണ് നമ്മൾ ബൈബിളിൽ കാണുന്നു. അനുസരണക്കെട്ടവരുടെ മേൽ വ്യാപരിക്കുന്ന, ഇപ്പോൾ വ്യാപരിക്കുന്ന ഈ ആത്മാവില്ലേ. 4:18 വായിച്ചേ. പല കാര്യങ്ങൾ എവിടെ നമ്മൾ കാണുന്നു. 1, ഹൃദയകാഠിന്. എന്തുകൊണ്ടാണ് ഈ വചനം പ്രകാശിക്കാത്തത്? പരിശുദ്ധാത്മാവ് ഒരു 100 പേരോട് സംസാരിക്കുമ്പോൾ, ഞാൻ ഒരു എക്സാമ്പിൾ എണ്ണത്തിൽ പറയുക, ഒരു 5-8 പേരൊക്കെ പ്രകാശിക്കുന്നുള്ളൂ. കാരണം എന്നാ? വചനത്തിൽ ആഴമില്ലാത്തതുകൊണ്ടല്ല. യേശു കർത്താവ് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചില്ലേ, യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് ചോദിക്കും, വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് മൈ സ്പീച്ച്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്നാ മനസ്സിലാകാത്തത്
എന്ന് ചോദിക്കുന്നത് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന എഫേസ്യ ലേഖനം 4-ാം വാക്യത്തിൽ കാരണം ഈ കർത്താവിൻ്റെ ജീവൻ അവരുടെ മേൽ വരാതെ അവരുടെ ഹൃദയം കട്ടിയായി പോകുന്നു. ആദ്യം നമ്മൾ വായിച്ചിട്ട് എഴുതിയിരിക്കുന്ന അനുസരണക്കെട്ടവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഡിസോബീഡിയൻസ് അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഒന്ന്, നമ്മളെ കൊണ്ട് കർത്താവിൻ്റെ വചനം ദൈവാലോചന പൂർണ്ണമായിട്ട് അനുസരിപ്പിക്കാതിരിക്കുന്ന, അതിനുവേണ്ടി എന്തിനനുസരിക്കുന്നു? എന്തിനു ഇത്ര ആത്മീയം വേണം? അങ്ങനെ കൊണ്ട് കേട്ടാലേ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെ സമർപ്പണം എന്തിനാ? പരിശുദ്ധാത്മാവല്ല ഇത് തോന്നിപ്പിക്കുന്നത്. ആരാ? ദുരാത്മാവാ തോന്നിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ സമർപ്പണത്തിൽ. ഫിലിപ്പിയ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്ന എന്തുവാ? താൻ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചില്ലേ, ദൈവപുത്രനായിരിക്കെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമുക്കൊരു എക്സാമ്പിളായിട്ട്, നമുക്കൊരു മാതൃകയായിട്ടില്ലേ? നമ്മളും അങ്ങനെ പോകണ്ട, വേറൊരു മാർഗവുമില്ല. അവസാനം വരെ, കാഹളമൂതുന്ന ദിവസം വരെ, അല്ലെ നമ്മുടെ മരണം വരെ പൂർണ്ണ അനുസരണം. അപ്പോൾ ഈ പൂർണ്ണ അനുസരണം, കംപ്ലീറ്റ് ഒബീഡിയൻസ്, അതിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒരു അനുസരണക്കെട്ടവൻ്റെ ആത്മ. രണ്ടാമത്, ഹൃദയത്തെ കഠിനമാക്കുക. ദൈവമക്കളെ ഒന്ന് സന്തോഷത്തോടുകൂടി ഏകാഗ്രതയോട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മുടെ പേഴ്സണൽ പ്രയറിലൊക്കെ ദൈവസന്നിധിയിലിരുന്ന് അപ്പോഴത്തേക്ക് 100 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകും. എന്തിനായി ചിന്തിക്കുന്നത്? നമ്മൾ ഈ ചിന്തിച്ച് ഭാരപ്പെട്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒന്ന് റിവൈൻഡ് അടിച്ച് നമ്മൾ കുറേ ഭാരപ്പെട്ടും കരഞ്ഞതൊക്കെ സമയങ്ങൾ കാണും. എന്തെങ്കിലും പ്രയോജനമുണ്ട്? ആരെങ്കിലും നമ്മുടെ കരച്ചിൽ കണ്ടോ, നമ്മുടെ ഭാരം കണ്ടോ, എന്തെങ്കിലും നമ്മളെ സഹായിച്ചോ? ഇല്ല. അവസാനം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോൾ ചൊല്ലിട്ടു, കർത്താവേ അങ്ങയുടെ ഹിതപ്രകാരം എന്നെ പണിയണമേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായത്? വിടുതലും ദൈവപ്രവൃത്തിയും ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് എത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ അറിയാം. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് അനുസരണക്കെട്ടവരുടെ മേൽ. തിരിച്ച് 5-ാമത്തെ വാക്യം, ഞങ്ങളെ അല്ല പ്രസംഗിക്കുന്നത്. ആരെ പ്രസംഗിക്കുന്നത്? ക്രിസ്തു കർത്താവെന്ന്. നമ്മുടെ മിനിസ്ട്രിയുടെ പേരോ, നമ്മുടെ ആരെവിടുത്തെ പാസ്റ്റർന്നോ, ആരെവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോ, ആരെവിടെ സഹായിച്ചതെന്നോ, ആരെവിടെ ഹല്ലേലൂയ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതെന്നോ, ഇതൊന്നും അല്ല. നമ്മളെ അല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മൾ ആരെയാണ് പ്രസംഗിക്കുന്നത്? നമ്മളെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ അല്ല പ്രസംഗിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു എന്നും നമ്മൾ ആരാന്നും അതൊന്നും അല്ല പ്രസംഗിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പ്രസംഗിക്കുന്ന ആരെയാണ്? ക്രിസ്തുവിനെയാണ്. നമ്മൾ കാണിക്കേണ്ടത് ആരെയാണ്? ക്രിസ്തുവിനെയാണ്. ഇവിടെ ഒരു ചെറിയ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നമ്മളിവിടെ നിൽക്കുന്നു. നമ്മൾ ദേശത്ത് കാണിക്കേണ്ടത് ആരെയാണ്? ഇങ്ങനെയുള്ള അന്യാരാധന ദേശത്ത് അവർക്ക് കാണിക്കാനുള്ള കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും കുറച്ച് പടക്കത്തിൻ്റെ ശബ്ദവും അതൊക്കെ ഉള്ളൂ, കുറച്ച് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ഉള്ളൂ. നമുക്ക് കാണിക്കാനുള്ളത് എന്തുവാ? ഞാൻ ജീവിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് ബീങ് മാനിഫെസ്റ്റഡ് ഇൻ മൈ ലൈഫ്. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കൂടെ അങ്ങനെ പറയാനുള്ള പ്രാഗൽഭ്യം വേണം. ഹല്ലേലൂയ. ഞങ്ങളുടെന്നല്ല, ഞങ്ങളുടെ കുടുംബത്തിലോ ഞാൻ സഹോദരിയെ തള്ളിപ്പെടുന്നു, അല്ല സഹോദരൻ കൊള്ളാം, അല്ല മക്കൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഇത് വ്യക്തിപരമായി സഹോദരനും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഇവിടെ ഉള്ളൂ. വിഷമമാണ് പറയുമ്പോൾ, പക്ഷേ ഇറ്റ്സ് എ ടെമ്പററി റിലേഷൻഷിപ്പ്, വളരെ ഷോർട്ട് റിലേഷൻഷിപ്പ്. ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുന്നവരെ മാത്രമേ ഉള്ളൂ, അല്ലെ കാഹളവുന്നവരെ. അത് കഴിഞ്ഞ് സ്വർഗീയ ശരീരം പ്രാപിച്ചാൽ ഇനി സോഫി എൻ്റെ അടുത്ത് വന്നിരുന്നാൽ പോലും ഞാൻ ചിലപ്പോൾ മൈൻഡ് ചെയ്യത്തില്ലെന്നിരിക്കും. മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ശരീരം എനിക്കറിയത്തില്ല. സ്തോത്രം. നമ്മളെല്ലാം ആരെപ്പോലൊരു ശരീരമാണ് പ്രാപിക്കുന്നത്. നമ്മൾ ഇതുപോലെ അല്ലല്ലോ ഇരിക്കുന്നത്, ഇതുപോലുള്ള മോഹച്ചായ അല്ലല്ലോ. അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ ഇതുപോലുള്ള ഇനി വല്ല കോഡ് നെയിമോ എന്തെങ്കിലും കാണുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതുപോലുള്ള മോഹച്ചായ ഒന്നുമല്ല. നമ്മളെല്ലാം എന്തു ചെയ്യും? ക്രിസ്തുവിനെ പോലെ ശോഭയുള്ളവരായി. നമ്മുടെ എല്ലാം ഫോക്കസ് ക്രിസ്തു എന്നായിരിക്കും. ഈ ജഡീക ബന്ധങ്ങൾക്ക് നമുക്ക് തോന്നത്തില്ല. ആ സ്വർഗീയ ശരീരത്തിൽ നമുക്കൊന്നും തോന്നത്തില്ല. നമ്മുടെ സ്നേഹവും നമ്മുടെ പരമാർത്ഥ ഹൃദയവും നമ്മുടെ ഫോക്കസും എല്ലാം ക്രിസ്തു, ആ തേജസ്സുള്ള സിംഹാസനം മാത്രമായിരിക്കും. അതാ സ്വർഗത്തിലെ നമ്മുടെ അനുഭവം. അതുകൊണ്ട് ഇവിടെ ഉള്ളത് നമുക്ക് മനുഷ്യൻ ഏകനായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു ടീം സപ്പോർട്ടിൻ്റെ സഭയുണ്ട് കൂടെ, കുടുംബാംഗങ്ങളുണ്ട് കൂടെ, കുടുംബമുണ്ട് കൂടെ, മക്കൾ കാണും കൂടെ, പേരൻസ് കാണും കൂടെ. ഇതെല്ലാം ഒരു തൽക്കാല സപ്പോർട്ട് മാത്രമാണ്. ഈ സപ്പോർട്ടും പിടിച്ചുകൊണ്ടിരിക്കല്ലേ നമ്മുടെ നിത്യബന്ധം ക്രിസ്തുവുമായിട്ടാണ്. അതിന് ഫോക്കസ് കൊടുക്കുവാൻ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 6-ാമത്തെ വാക്യം, പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരിക. അതിൻ്റെ പ്രധാന കാര്യം, എന്നെ ദൈവം ലോകത്തിലാക്കിയിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ കൂടെ. ആദ്യം എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു പ്രകാശിക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ കൂടെ എന്തുവാ പ്രകാശിക്കേണ്ടത്? ദൈവത്തിൻ്റെ നോളേജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇന്ന് ഒത്തിരി ആഴങ്ങളുണ്ട്. അടുത്ത ആഴ്ച നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ദ നോളേജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം.
സിമ്പിൾ. പൗലോസ് ഇത് ഒരു വാക്യത്തിൽ തന്നെ 5-6 കാര്യം പറഞ്ഞു പോവാം. പൗലോസിൻ്റെ കപ്പാസിറ്റി അത്ര. നമുക്കിതൊന്ന് ആഴത്തിലൊന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മളതൊന്ന് മുറിച്ചൊക്കെ ഒന്ന്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കെടുക്കാം. എൻ്റെ ജീവിതത്തിൽ കൂടെ എന്തുവാ വിളങ്ങണ്ടേ? ദൈവത്തിനെ പറ്റി, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പരിജ്ഞാനം, ആ തേജസ്, ആ വെളിച്ചം എന്നിലാദ്യം പ്രകാശിക്കണം, നല്ല റിഫ്ലക്റ്റേഴ്സായിട്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എനിക്കൊരു പഴയ 91 അന്ന് പുതിയത് വാങ്ങിച്ചതാണ്, പിന്നെ അതങ്ങ് പഴയതായി. ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അത് ഇത്രയും വർഷമൊക്കെ ഉപയോഗിച്ച് പല 2 വട്ടാന്തരയിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് പല സംസ്ഥാനങ്ങളൊക്കെ ഓടിച്ചുമൊക്കെ പോയി ഇടപാട് തീർന്ന് അതിൻ്റെ റിഫ്ലക്ടറൊക്കെ വെളിയിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചു. ബൾബൊക്കെ മാറി. വെട്ടം കുറഞ്ഞപ്പോൾ ഞാൻ ബൾബൊക്കെ മാറി. സാധാ ബൾബ് മാറ്റി 6 വോൾട്ടായിരുന്നു പഴയ ബുള്ളറ്റ്. അത് ഞാൻ വയറിങ് എല്ലാം മാറ്റി 12 വോൾട്ടാക്കി, പുതിയ ബുള്ളറ്റ് പോലെ. പിന്നെ അതും പോരാഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പുതിയ ബുള്ളറ്റിനൊക്കെ ഹാലജൻ ബൾബുണ്ട്. ഞങ്ങളുടെ പഴയ ഫിലമെൻറ്റ് ബൾബായിരുന്നു. അതൊക്കെ മാറ്റി ഹാലജൻ ബൾബ് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏതാണ്ട് ഒരു സാധനം റിലേയോട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ വാങ്ങിച്ച് വയർ ചെയ്ത് അത് റിലേ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തു. ഇനി 50 നല്ലൊരു പ്രകാശമുള്ള ഫിലിപ്സിൻ്റെ ഒരു ഹാലജൻ ബൾബൊക്കെ വെച്ചു. എന്നിട്ടും റോട്ടിൽ രാത്രി ഇറങ്ങുമ്പോൾ എന്തില്ല, വെട്ടമില്ല. ഈ ഗ്രൗണ്ട് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ്സായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നടക്കുന്ന എന്തുവാന്ന് മനസ്സിലായില്ല. എന്തോ ഒരാവശ്യത്തിന് ഞാൻ അതിൻ്റെ ഫ്രണ്ട് തുറന്നപ്പോഴാണ് ആ റിഫ്ലക്ടർ ഒന്ന് തുറന്നു വന്നപ്പോഴത്തേക്ക് ഇത് മുഴുവൻ തുരുമ്പ് പിടിച്ചിരിക്കുക. റിഫ്ലക്ടർ എന്ത് ചെയ്യുക, ആ പഴയ ബൾബ് തന്നെ മതിയായിരുന്നു. ഇത്രയും പണി ഞാൻ കാണിച്ചു. ഇത് ബൾബിൻ്റെ കുഴപ്പമല്ല, വയറിങ്ങിൻ്റെ കുഴപ്പമല്ല, ബാറ്ററിയുടെ കുഴപ്പമല്ല. ബാറ്ററിയൊക്കെ ഇടയ്ക്ക് മാറുന്നുണ്ട് പ്രകാശം വരാൻ. ഇതെന്തുവാ കുഴപ്പം? ലൈറ്റിന് നല്ല വെട്ടമുണ്ട്. ഫിലിപ്സിൻ്റെ ഹാലജൻ ബൾബല്ലേ, അന്ന് അതൊക്കെ ഉള്ളായിരുന്നു. നല്ല വെട്ടമാണ്. പക്ഷേ ഈ റിഫ്ലക്ടർ വേണം ഇതിന് എന്ത് ചെയ്യേണ്ടത്, ഈ വെട്ടത്തെ റോട്ടിലോട്ട് കാണിക്കാൻ. ഇത് റിഫ്ലക്ടർ പോയാൽ അതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ലൈറ്റുണ്ട്, റോട്ടിൽ വെളിച്ചമില്ല. സ്തോത്രം. നമ്മളെ കർത്താവ് ആരായിട്ട്, കർത്താവിന് പ്രകാശം കുറഞ്ഞുകൊണ്ടല്ല, കർത്താവിന് പ്രവർത്തിക്കുവാൻ ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പോസ്തലന്മാരുടെ കാലത്ത് വലിയ അത്ഭുതങ്ങളും ദൈവപ്രവൃത്തി നടന്നു. ഇന്ന് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കാത്തതുകൊണ്ടല്ല ദൈവമക്കളെ ഇവിടെ മങ്ങിപ്പോയതാ കാരണം. ഇത് നമ്മൾ ഓരോരുത്തരല്ലേ റിഫ്ലക്ടർ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ റോട്ടിൽ വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും നമ്മുടെ കുടുംബക്കാരുടെ ഇടയ്ക്ക് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുക. ഇവിടെ അതല്ലേ എഴുതിയിരിക്കുന്നത്, 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക. സ്തോത്രം. അന്ധകാരത്തിൽ നമ്മളെ പ്രകാശിപ്പിക്കുവാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുന്ന പോലെ പ്രകാശിക്കുവാൻ ക്രിസ്തുവിൻ്റെ വെളിച്ചം എൻ്റെ ഹൃദയത്തിൻ്റെ മേൽ പ്രകാശിച്ചു. ഇനി എന്തുവാണ് ആ പ്രകാശിക്കേണ്ടത്? അല്ല, ആ ലൈറ്റ് ഇങ്ങനെ എന്തെങ്കിലും വെച്ച് ഓൺ ചെയ്യുവല്ല, ഇവിടെ കുറേ ട്യൂബ് കത്തിക്കുവല്ല. പ്രകാശിക്കേണ്ടത് എന്നിൽ കൂടെ. ആ ലൈറ്റ് എന്തുവാ? ക്രിസ്തുവിൻ്റെ തേജസ്സാണ് പ്രകാശിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് പ്രകാശിക്കേണ്ടത്. ക്രിസ്തുവിൽ കൂടുള്ള പഴയ നിയമ പ്രമാണം അല്ലല്ലോ ക്രിസ്തുവിൽ കൂടെ ഉള്ളത്. ഏത് പ്രമാണോ ക്രിസ്തുവിൽ കൂടെ ഉള്ളത്? ക്രിസ്തുവിനെ, ഈ ക്രിസ്തു തന്നെ ഏത് പ്രമാണത്തിലാണുള്ളത്? പഴയ നിയമത്തിൽ ക്രിസ്തു ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പുതിയ നിയമ ക്രിസ്ത്യാനികൾ, പുതിയ നിയമസഭ എന്ന് പറയുന്നത്. ആത്മാവിൽ പുതുക്കം പ്രാപിക്കണം. എന്ത് ചെയ്യണം? പുതിയ നിയമത്തിൻ്റെ പ്രമാണം എൻ്റെ ജീവിതം. പഴയ നിയമത്തിൻ്റെ പ്രമാണം ശത്രുവിനെ അടിച്ച അടിയാണ്. അവനെൻ്റെ കണ്ണെടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ 2 കണ്ണും ഞാൻ എടുക്കും. അത് വചനം കൊടുത്ത പ്രമാണമാണ്. പഴയ നിയമത്തിലെ പ്രമാണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ. ഇത് പഴയ നിയമത്തിലെ പ്രമാണമാണ്. ശത്രുവിനെ കൊന്ന് നിഗ്രഹിച്ച് യുദ്ധം ചെയ്ത് അവൻ്റെ മുഴുവൻ കവർച്ച ചെയ്തുകൊണ്ട് വരാൻ. ഇതാണോ പുതിയ നിയമം ക്രിസ്തുവിൽ കൂടെയുള്ള പ്രമാണം? നോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാരണം അടിച്ചു കഴിഞ്ഞാൽ ചെറുപാടാ എങ്കിലും ക്രിസ്തുവിൻ്റെ പ്രമാണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിൻ്റെ പ്രമാണമാണ് ലൈറ്റായിട്ട് തിളങ്ങേണ്ടത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ആ പ്രകാശമാണ്, ആ ലൈറ്റാണ്. ഇനി അടുത്ത വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇനി അടുത്ത ഒരു നിക്ഷേപത്തെ പറ്റി പറയുന്നു, പരിശുദ്ധാത്മാവ്, അതിൻ്റെ ശക്തി ഇനി എന്നിൽ കൂടെ. അപ്പോൾ ഈ 6-ാമത്തെ വാക്യത്തിൽ വരെ നമ്മൾ കണ്ടു ഈ വെളിച്ചമാണ്. ഈ വെളിച്ചം പ്രകാശിക്കേണ്ടത് എപ്പോഴാണ്? ആരാധനയ്ക്ക് മാത്രമാണോ? നമ്മൾ പ്രകാശിക്കുന്നത് എപ്പോഴാണ്? ആരാധനയ്ക്ക് നമ്മൾ 9:15, 9:30 വരും, 9:45 വരും. ഒരു 10 മണിക്കൊന്നും പ്രകാശിക്കത്തില്ല. പിന്നെ ആദ്യത്തെ പാട്ടിനൊക്കെ തുടങ്ങി വരുമ്പോൾ പോരാ. 2-ാമത്തെ പാട്ടിനൊക്കെ എല്ലാവരും എഴുന്നേറ്റ് ഇന്നൊരു ടീം സ്പിരിറ്റിലൊക്കെ പിന്നെ ഇങ്ങനെ പ്രകാശിച്ചൊക്കെ ഒന്ന് തുടങ്ങി വരുമ്പോഴത്തേക്ക് ആരാധന കഴിയുകയും ചെയ്യും, ഇല്ലേ? ഈ ഞായറാഴ്ച മാത്രം പ്രകാശിക്കാനാണോ? മറ്റുള്ള ദിവസമൊക്കെ പ്രകാശിക്കണ്ടേ? ഞാൻ വണ്ടി ഹൈവേ കൂടെ ഓടിക്കുക, ഒരു നിമിഷം എൻ്റെ ലൈറ്റ് പോയാൽ മതി. എന്ത് ചെയ്യും? പോയി ഇടിച്ച് തകർത്ത് എല്ലാം തകർക്കത്തില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തു നമ്മൾ റിഫ്ലക്റ്ററാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രകാശമാരാ? ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വചനവും
ജീവിപ്പിക്കുന്ന വചനം, പുതിയ നിയമ വചനം, ദ മിനിസ്ട്രി ഓഫ് ലൈഫ്, ജീവൻ്റെ വചനം, ശുശ്രൂഷ. ഈ ശുശ്രൂഷ, ഈ പുതിയ നിയമ ശുശ്രൂഷയാണ് നമ്മുടെ ജീവൻ, നമ്മുടെ പ്രകാശം, നമ്മളെ നീതീകരണത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും സ്വർഗത്തോളം എത്തിക്കുന്നത്. ഇത് ഞാൻ ഞായറാഴ്ച മാത്രം പ്രകാശിച്ചിട്ട് കാര്യമില്ല ദൈവമക്കളെ, ബാക്കിയുള്ള ദിവസമൊക്കെ മങ്ങിയിരുന്നിട്ട് ഇത് നിരന്തരം പ്രകാശിക്കണം. ഇല്ല, ഇറ്റ് ഷുഡ് ബി സ്റ്റെഡ് ഫാസ്റ്റ്. ദ ലൈറ്റ് ഷുഡ് ഷൈൻ ഔട്ട് ഓഫ് മീ സ്റ്റെഡ് ഫാസ്റ്റ്. സ്റ്റെഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ കൂടിയും കുറഞ്ഞ് ഇങ്ങനെ ഈ വോൾട്ടേജ് ചില ബൾബുകളുള്ള ഇങ്ങനെ മിന്നും, ഇങ്ങനെ ആ ബാത്റൂമിലാന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് അത് പിന്നെ മാറി ആ ബൾബ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ മിന്നും, പിന്നെ ഇങ്ങനെ ഡിമ്മാം, പിന്നെ ഇങ്ങനെ മിന്നും, ഭയങ്കര പ്രകാശം, പിന്നെ ഡിമ്മാം. ഇതല്ല, ഒരുപോലെ പ്രകാശിക്കുവാൻ ഞായറാഴ്ച വൈകിട്ടും തിങ്കളാഴ്ച ജോലിക്ക് പോകുമ്പോഴും പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് അവിടും ഹാലയിലെ ലോകവുമായിട്ട് ഇടപെടുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോൾ കുടുംബവുമായിട്ട് ഇടപെടുമ്പോൾ എല്ലാം ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മളിൽ കൂടി. അതിന് ഞാൻ യോഗ്യനാകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുരുമ്പ് പിടിച്ച മങ്ങിയിരിക്കുന്ന റിഫ്ലക്ടറായിട്ടിരുന്നാൽ പറ്റത്തില്ല. പുതുക്കം പ്രാപിച്ച് നല്ല പുത്തൻ റിഫ്ലക്ടർ. ഞാൻ ആ ബുള്ളറ്റ് കാര്യം പറഞ്ഞില്ലേ, ഒരു അന്ന് ബുള്ളറ്റിനൊന്നും പാർട്സിനൊന്നും വലിയ വിലയില്ല, 50 രൂപ 55 രൂപ എൻ്റെ ഉള്ളായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു റിഫ്ലക്ടർ വാങ്ങിച്ച് ഞാൻ ഫിറ്റ് ചെയ്തപ്പം ഭയങ്കര പ്രകാശം. ബൾബിൻ്റെ അല്ലായിരുന്നു, കർത്താവിൻ്റെ പ്രകാശത്തിൻ്റെ കുറവല്ല, ഈ കാലഘട്ടത്തിൻ്റെ കുറവല്ല, ഞാനായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ കുഴപ്പമല്ല, എന്നോട് ഞാൻ ഇടപെടുന്ന ആൾക്കാരുടെ കുഴപ്പമല്ല. ഈ റിഫ്ലക്ടർ മങ്ങിയിരിക്കുന്നതുകൊണ്ടൊക്കെ പലപ്പോഴും പ്രകാശിക്കുവാൻ കഴിയാത്ത, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? ഞാനതിന് യോഗ്യമായിട്ടിരിക്കേണ്ടത് എൻ്റെ കടമയാണ്. എൻ്റെ ഭാര്യ അല്ലേ ഹല്ലേലൂയ മക്കൾ യോഗ്യമായിട്ടിരിക്കേണ്ടത് അവരുടെ കടമയാണ്. ആര് യോഗ്യമായിട്ടിരിക്കും അവരുടെ മേൽ ക്രിസ്തു എന്തു ചെയ്യും? ഇത് പ്രകാശിക്കാതിരിക്കാനുള്ള എല്ലാ പദ്ധതിയും ഈ ലോകത്തിൻ്റെ പ്രഭു ചെയ്യുമെന്നാണ് നമ്മളിവിടെ കണ്ടത്. എങ്കിലും ഞാൻ അധൈര്യപ്പെടുന്നില്ല. അതല്ലേ നമ്മൾ തുടങ്ങിയത്. 7ാമത്തെ വാക്യം കൂടി വായിച്ചു നിർത്താം. യെസ്. എല്ലാ വിലപ്പെട്ട കാര്യവും ഒരു കവറിലാണ് വെക്കുന്നത്. എത്രത്തോളം വിലയുണ്ടോ അതനുസരിച്ചാണ് അതിൻ്റെ ബോക്സിൻ്റെ, ഇല്ലേ, എന്തൊരു സാധനം നമ്മൾ വാങ്ങിച്ചാൽ നല്ല വിലയുള്ള ചെറിയ സാധനമൊക്കെ അതിൻ്റെ വലിയ ബോക്സ്, ഈട്ടിത്തടി വെച്ചുണ്ടാക്കുക, തേക്കും തടി കൊത്തുപണിയൊക്കെ ചെയ്ത ബോക്സ്, സ്വർണം അല്ലേ, അങ്ങനെ പല കാര്യം വെൽവെറ്റും ഒക്കെ ഇട്ട ബോക്സ്, അതിൻ്റെ അകത്തെ സാധനം വിലയേറിയതാ. അതനുസരിച്ച് ബോക്സും വിലയുള്ളത് ഏതാ? ഈ മൺപാത്രത്തിനല്ല വിലയുള്ളത്, ഇതിൻ്റെ അകത്തെ ദ ട്രഷർ ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആ ശക്തി, അതിനാണ് വിലയുള്ളത്. നമുക്കെന്താ കാര്യം? നിങ്ങളൊന്ന് പറഞ്ഞാൽ, ഈ ശരീരം ഇച്ചിരി ഒന്ന് ക്ഷീണിച്ചാൽ അയ്യോ ആകെപ്പാടെ പ്രശ്നം. ഈ ശരീരത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അതിന് വെയിൽ കൊണ്ട് ഭംഗിയാലും അതിന് തളർന്നാലും ക്ഷീണിച്ചാലും ആകെപ്പാടെ നമ്മുടെ മസിലായിരിക്കും. ചിലപ്പം ഏത് രീതിയിൽ നമ്മുടെ ശരീരത്തിന് വല്ലതും പറ്റുന്ന വിഷയമാണ് നമ്മൾ പ്രതികരിക്കും, ഇല്ലേ? ഓ, എൻ്റെ ശരീരത്തിന് അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല. ഈ ശരീരം വെറും മൺപാത്രം. ഇടയ്ക്കിടയ്ക്ക് ഈ ശരീരം അഹങ്കരിക്കുമ്പോൾ പറഞ്ഞോണം, ഇത് വെറും ഉടഞ്ഞു പോകുന്ന, ഇതിനെ വിലയുള്ളതാക്കി തീർക്കുന്നത് എപ്പോഴാണെന്നറിയാം? എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ നിറവ് കണ്ടില്ലെന്നിരിക്കും. ഞാൻ എപ്പോഴൊക്കെ ഞാൻ കൃപയിൽ എന്നെ തന്നെ വിശുദ്ധിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ ഞാൻ നിറവുള്ളതായി തീരും, ഞാൻ വിലയുള്ളതായി തീരും, ഞാൻ കർത്താവിന് പ്രയോജനമുള്ളതായി തീരും. സാത്താൻ എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അത് എന്നെ പേടിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ധൈര്യം കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല സാത്താൻ ചില സമയത്ത് എന്നിൽ നിന്ന് ഓടിപ്പോകുന്നല്ല, എൻ്റെ അടുത്ത് വരാൻ പറ്റാത്ത എൻ്റെ ഉള്ളിലുള്ള നിറവ് കണ്ടിട്ടാണ്. അതുകൊണ്ട് താഴോട്ടെല്ലാം എഴുതിയിരിക്കുക, ഏത് രീതിയിൽ ഞെരുങ്ങിയാലും ക്ഷീണിച്ചാലും എന്നെ ക്രഷ് ചെയ്യാൻ നോക്കിയാലും ഐ ഡോണ്ട് കെയർ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അത് നടക്കത്തില്ല. കാര്യം എൻ്റെ ഉള്ളിൽ ഈ മൺപാത്രത്തിൽ ഒരു നിക്ഷേപമുണ്ട്, അത് ദൈവത്തിൻ്റെ നിക്ഷേപ. എൻ്റെ ഉള്ളിൽ 2 കാര്യങ്ങൾ 6ാമത്തെ വാക്യത്തിൽ കണ്ടു. ക്രിസ്തുവിൻ്റെ തേജസ്സാണ് എൻ്റെ ഉള്ളിലുള്ളത്, അത് പ്രകാശിക്കണം, മറ്റുള്ളവർ കാണണം, ഇല്ലേ? മോശയുടെ മുഖത്ത് തേജസ് പ്രകാശിച്ചപ്പോൾ മറ്റുള്ളവർ കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ തേജസ് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശിച്ചാൽ others will see. അതുപോലെ ദൈവത്തിൻ്റെ ശക്തി, ഈ നിക്ഷേപം എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നാൽ ദൈവപ്രവൃത്തി നടക്കും, മറ്റുള്ളവർ അനുഭവിക്കും, മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ they should experience, അനുഭവിക്കണം. ഇനി നിങ്ങളൊന്ന് വചനമൊക്കെ കേട്ട് മുൻപോട്ട് പോകാം മിടുക്കരായിട്ട്. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണ്ടേ? കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം നമുക്കൊന്ന് കാണാം. എന്തുവാണ് നമ്മളിൽ നിന്ന് കണ്ടത്, എന്തുവാണ് നമ്മളിൽ നിന്ന് അനുഭവിച്ചത്? അതിൻ്റെ കണക്ക് നമുക്ക് കർത്താവിനോട് പറയാം. എന്തുവായാലും ദൈവം നമ്മളോട് എല്ലാ ദിവസവും, പണ്ടേ നമ്മളെ കൈവിടേണ്ടതാണ്, എങ്കിലും കൈവിടാതെ
വീണ്ടും വീണ്ടും ദീർഘക്ഷമയോട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലവും സംസാരിച്ചു. കർത്താവിൻ്റെ തേജസ് പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ നിക്ഷേപം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അതിൻ്റെ എക്സലൻസ് എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത്, അതിൻ്റെ മഹത്വം, ആ നിക്ഷേപത്തിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത, അത് രാജകീയമാണ് ദൈവമക്കളെ. രാജാതി രാജാവിൻ്റെ അല്ലേ, അതിനൊരു കുറവുമില്ല. ആ രീതി തന്നെ നമ്മുടെ വ്യക്തിത്വമായി തീരട്ടെ. നമ്മുടെ എല്ലാ തീരുമാനങ്ങളും, നമ്മുടെ എല്ലാ ഇടപെടലും അതിനൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകണം. അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സായി തീരട്ടെ. അത് കണ്ടിട്ട് അനേകർ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ വരണം. അല്ല നമ്മുടെ പണമോ നമ്മുടെ പ്രതാപമോ ഒന്നും അല്ല, നമ്മളിൽ പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്, നമ്മളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന ഈ മൺപാത്രം. ഞാൻ പറഞ്ഞില്ല, ഇത് വെറും മൺപാത്രം. പുകഴാൻ വല്ലതും ഉണ്ടോ? ഇന്ന് കർത്താവ് തന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എടുത്ത പോലെ നാളെ കർത്താവ് മുഴുവനും എടുത്തെന്നിരിക്കും. അപ്പോഴും നമ്മൾ സ്തോത്രത്തോടുകൂടി എത്ര പേർക്ക് പറയാൻ പറ്റും? Lord has given me, Lord has taken, may his name be glorified. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.